ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 പത്മ അവാർഡുകളെക്കുറിച്ചാണ്. പത്മ അവാർഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതരത്നയാണ്. 2025 ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ ഈ 3 അവാർഡുകളെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ 2025 പത്മ അവാർഡുകൾ സമ്മാനിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവാണ്. ഓക്കെ, സോ പത്മ അവാർഡ്സ് 3 പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ. ഇതിൽ 1954 മുതലാണ് പത്മ അവാർഡുകൾ കൊടുത്തു തുടങ്ങിയത്. 2025 പത്മവിഭൂഷൺ ലഭിച്ചത് 7 പേർക്കാണ്. അതിൽ MT വാസുദേവൻ നായർ മലയാളത്തിലെ സ്ക്രീൻ റൈറ്റർ, നോവലിസ്റ്റൊക്കെയാണ്. കൂടാതെ L സുബ്രഹ്മണ്യം വയലിനിസ്റ്റാണ്. നാഗേശ്വർ റെഡ്ഡി ഡോക്ടറാണ്, ഗാസ്ട്രോ എൻഡോക്രിനോളജിസ്റ്റാണ്. കൂടാതെ ജഗദീഷ് സിംഗ് ഖേക്കർ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യൻ കഥക് ഡാൻസർ ഹു ഗോട്ട് പത്മവിഭൂഷൺ 2025 എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കുമുദിനി ലാഖ്യാണ്. കൂടാതെ ഇന്ത്യൻ ഫോക്ക് സിംഗർ പത്മവിഭൂഷൺ ലഭിച്ച ഇന്ത്യൻ ഫോക്ക് സിംഗർ ആരോ വെച്ച് കഴിഞ്ഞാൽ അത് സർദാർ സിംഹയാണ്. കൂടാതെ 2025 പത്മവിഭൂഷൺ ലഭിച്ച വിദേശി ഫോറിനർ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒസാമു സുസൂക്കിയാണ്. ഫോമർ സുസൂക്കി മോട്ടോഴ്സിൻ്റെ CEO ആയിരുന്നു. 2025 പത്മഭൂഷൺ അവാർഡുകൾ 19 പേർക്കാണ് ലഭിച്ചത്. അതിൽ പ്രധാനമായിട്ടും മലയാളികളായിട്ട് PR ശ്രീജേഷ്, അറിയാം PR ശ്രീജേഷ് ഹോക്കി പ്ലെയറാണ്, സ്പോർട്സ് പ്ലെയറാണ്. കൂടാതെ ജോസ് ചാക്കോ പെരിയപുരം ഡോക്ടറാണ്. കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയ ഒരു ഹാർട്ട് റിലേറ്റഡ് ഡോക്ടറാണ് ജോസ് ചാക്കോ പെരിയം. അദ്ദേഹത്തിനും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. കൂടാണ്ട് പത്മശ്രീ 2025 113 പേർക്ക് ലഭിച്ചു. അത് 2 മലയാളികളാണ്. ഒന്ന് ഇന്ത്യൻ സ്പോർട്സിൻ്റെ ഫുട്ബോളിൻ്റെ നമ്മൾ IM വിജയനും പിന്നീട് ആർട്ടിസ്റ്റായ K ഓമനക്കുട്ടിയമ്മയും. താങ്ക് യു.